28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീണു. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് സ്വന്തമാക്കി. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവാണ് പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം. അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സദസ്സിലുണ്ടായിരുന്ന ഒരു വിഭാഗം കൂവി വിളിച്ചാണ് വേദിയിലേക്ക് വരവേറ്റത്. തലസ്ഥാന നഗരിയെ വിസ്മയ ചിത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ 8 രാപകലുകൾക്ക് വർണ്ണശബളമായ സമാപനം. മൂല്യാധിഷ്ഠിത ചിത്രങ്ങളുടെ പ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായ 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റിന്. സുവർണ ചകോരം ഫോർ ദി ബെസ്റ്റ് ഫിലിം ആൻഡ് ദി അവാർഡ് ഗോസ് ടു Evil Does Not Exist by Raisuke Himaguchi. മികച്ച സംവിധായകനുള്ള രജത ചകോരവും മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരവും സൺഡേയുടെ സംവിധായകൻ ഷോക്കർ കോലുഗോവിനാണ്. മലയാള ചിത്രമായ തടവാണ് മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം തടവിന്റെ സംവിധായകൻ ഫാസിൽ റസാഖും സ്വന്തമാക്കി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിനാണ്. നെറ്റ്പാക് അവാർഡ് ഫോർ ദ ബെസ്റ്റ് മലയാളം ഫിലിം ഗോസ് ടു ആട്ടം ബൈ ആനന്ദ് ഏകർഷി. Atom for its recognition and structured expression of underlying weakness. സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സാനൂസി ഏറ്റുവാങ്ങി. ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയായി. I feel so beautiful to be among you all, to be here, to discuss, to see and to listen. Thank you so much. Thank you again for this wonderful warmth you have been giving to us and to such festivals. Thank you, Ranjit, for inviting me. Thank you, all filmmakers who have participated here. Love you, Kerala. Thank you. അതേസമയം ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതികരണം ഇങ്ങനെ. ഇനി ആമുഖ ഭാഷണം നടത്തുന്നതിനു വേണ്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ശ്രീ രഞ്ജിത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രഞ്ജിത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, ന്യൂസ് 18 തിരുവനന്തപുരം.